നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പോ ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഹർഷിതം എഡ്യൂടെക്കിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. ഇന്ന് ക്രിസ്മസ് ആയിട്ട് പഠിക്കണ്ടേ? പഠിക്കാതിരുന്ന എങ്ങനെയാ? ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഓർക്കുക, നിങ്ങൾ ഒരു നിമിഷം പഠിക്കാതിരുന്നാൽ നിങ്ങളെ മറികടന്നു പോകാൻ ആയിരങ്ങൾ അല്ല ലക്ഷങ്ങൾ നിങ്ങളുടെ ബാക്കിൽ ഉണ്ടായിരിക്കും. അപ്പോ അത് മനസ്സിൽ വെച്ച് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് കമ്പനി LGS സ്പെഷ്യൽ ആയിട്ട് ഫിസിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയാലോ. ഇന്ന് നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലായിരിക്കാം, എന്നിരുന്നാലും മിനിമം കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിലേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ള തരംഗം എന്താണ്? ഈ തരംഗം, വേവ് ഏതാണ്? പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ള തരംഗം ഗാമാറേ ആണ്. ഗാമാറേ. ആദ്യത്തെ ഓപ്ഷൻ എക്സ്റേ. എക്സ്റേ പറ്റി കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. എക്സ്റേ കണ്ടെത്തിയത് ആരാ? വില്യം റോൺജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. വർഷം 1895. 1895 വില്യം റോൺജൻ എക്സ്റേ കണ്ടെത്തിയത്. എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഈയം ആണ്. എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹം ഏതാണ്? ഈയം. ഇനി രണ്ട് ടൈപ്പ് എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേയും സോഫ്റ്റ് എക്സ്റേയും. ഈ സോഫ്റ്റ് എക്സ്റേക്ക് തുളച്ചു കയറാനുള്ള ശക്തി കുറവാണ്. അതുകൊണ്ടാണ് സോഫ്റ്റ് എക്സ്റേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുളച്ചു കയറാനുള്ള ശക്തി കൂടുതലുള്ള എക്സ്റേ ആണ് ഹാർഡ് എക്സ്റേ. ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സർ ഐസക് ന്യൂട്ടൻ ആണ് പ്രകാശത്തിന്റെ പാർട്ടിക്കിൾ നേച്ചർ അഥവാ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതാരാ? സർ ഐസക് ന്യൂട്ടൻ ആണ് സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ സർ ഐസക് ന്യൂട്ടൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെ കുറിച്ച് 2 ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീനും. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ഹെർട്സുമാണ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ഹെർട്സുമാണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണെങ്കിൽ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് ആരാ? അഗസ്റ്റിൻ ഫ്രെണൽ. ഇമ്പോർട്ടന്റ് ചോദ്യം. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങൾ. ശബ്ദം അനുദൈർഘ്യ തരംഗമാകുമ്പോൾ പ്രകാശം അനുപ്രസ്ഥ തരംഗം. പ്രകാശം അത് തന്നെ ഓർക്കാലോ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാണ്? റോമർ ആണ്. റോമർ. ഓർക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക വർണ്ണങ്ങൾ പനിച്ചു, പച്ച, നീല, ചുവപ്പ്. പനിച്ചു, പച്ച, നീല, ചുവപ്പ്. അപ്പൊ ഈ പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണ് എന്ന് കണ്ടെത്തിയത് ആരാ? തോമസ് യങ്. തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ് പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണ് എന്ന് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏത്? പാസ്കൽ. പാസ്കൽ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ്. അറ്റ്മോസ്ഫിയർ പ്രഷർ. ദൂരം, സ്ഥാനാന്തരം എന്നിവ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഓം മീറ്റർ. അപ്പൊ ദൂരം, സ്ഥാനാന്തരം എന്നിവ അളക്കുന്ന യൂണിറ്റ് മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഓം മീറ്റർ. അപ്പോ ഓം എന്തിന്റെ യൂണിറ്റാ? റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം. റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്തുവാ? ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹെർട്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്.
പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ. അപ്പൊ യന്ത്രങ്ങളുടെ പവറിന്റെ യൂണിറ്റ് എന്താ? പവറിന്റെ യൂണിറ്റ് വാട്ട്. യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിരശക്തി. ഒരു ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി എത്ര വാട്ടാ? 746 വാട്ട്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്നാൽ. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. അതും ഒരു മാർക്ക് ചോദ്യം. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ എന്തളക്കുന്ന യൂണിറ്റ്? ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. ഇനി ഇല്യൂമിനൻസിന്റെ യൂണിറ്റ് എന്താ? ലക്സ്. കുളിക്കുന്ന ലക്സ് അല്ല, ഇത് വേറെ ലക്സ് ആണ് ഇല്യൂമിനൻസിന്റെ യൂണിറ്റ്. ബലം അഥവാ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്രിസ്മസ് ഓഫർ ഇപ്പോൾ ലൈവായി പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെ ക്രിസ്മസ് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. എല്ലാ ലെവൽ ഓഫ് എക്സാംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 1 പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ആവാനിരിക്കുന്നു. അതിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VFA, ബെഫ്കോയിൽഡ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ഉണ്ട്. ഫീസ് വെറും 1799 മാത്രമേ വരുന്നുള്ളൂ. എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. നല്ല കിഡിലം ബാച്ച് ആണ്. ഞാൻ മെന്റർ ചെയ്യുന്ന നല്ല കിഡിലം ബാച്ച് ആണ്. കയറി പോകുന്നുള്ളൂ. ഓക്കെ, ടൈം ടേബിൾ അനുസരിച്ചാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ടൈം ടേബിളിൽ ഉണ്ടായിരിക്കും. പിന്നെ ശനി ഞായറും റിവിഷൻ ആണ്. ഞായറാഴ്ച രാത്രി പരീക്ഷ. അപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കയറി വന്നോളൂ. ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പൊ CPO, WCPO, ഫയർമാൻ എല്ലാം പുതിയ ബാച്ച് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാ ലെവൽ ഓഫ് എക്സാംസിന് കോഴ്സുകളുണ്ട്. ഡിഗ്രി ലെവലുണ്ട്, +2 ലെവലുണ്ട്, 10th ലെവലുണ്ട്, കമ്പനി LGS ഉണ്ട്. അപ്പൊ ആപ്പ് കയറി ചെക്ക് ചെയ്യൂ. ഹർഷിതം എഡ്യൂടെക് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കിയാലോ. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ വാഹനങ്ങളുടെ ഗ്ലാസിൽ പറ്റിപ്പിടിക്കുന്നത് ഏത് തരം ദ്രവബലത്തിന് ഉദാഹരണമാണ്? അഡ്ഹഷൻ ബലമാണ്. അഡ്ഹഷൻ, അടി ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ അഡ്ഹഷൻ ബലം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ബലമാണ്. കൊഹിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ബലമാണ്. ഓക്കെ, അപ്പൊ ദ്രവബലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബോയന്റ് ഫോഴ്സ്. എന്താണ് ഈ ബോയന്റ് ഫോഴ്സ്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൻ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഈ പ്ലവന തത്വത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ്. എന്താണ് പാസ്കൽ നിയമം? നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. ഈ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കുറെ ഉപകരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇവയൊക്കെ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏത്? ഊഷ്മാവാണ് തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത്. ടെമ്പറേച്ചർ. ഒന്നാം ചലന സമവാക്യം ഏതാണ്? V = U + AT ആണ് ഒന്നാം ചലന സമവാക്യം. അടുത്ത ചോദ്യം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനമാണ് ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിക്കുള്ളത്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ അവസ്ഥയിലാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനം എന്നാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. സ്റ്റാറ്റിക്സ് എന്നാൽ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. അപ്പോ ഡൈനാമിക്സ് എന്നാൽ എന്താണ്? ചലനാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ്. ചലനം തന്നെ വിവിധ രീതിയിലുള്ള ചലനമുണ്ട്. നേർരേഖാ ചലനമുണ്ട്, വർത്തുള ചലനമുണ്ട്. എന്താണ് ഈ വർത്തുള ചലനം? സർക്കുലാർ മോഷൻ, അതായത് ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഫോർ എക്സാമ്പിൾ, ഒരു കല്ലിൽ ചരട് കയറ്റി കറക്കുമ്പോൾ ആ കല്ലിന്റെ ചലനം എന്ത് ചലനമാണ്? സർക്കുലാർ മോഷൻ ആണ്. നേർരേഖാ ചലനം, ഈ ലിഫ്റ്റിന്റെ ചലനമില്ലേ, അതുപോലെ ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം, ഇതൊക്കെ നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണ്. 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ.
ഐസിൽ കറിയുപ്പ് ചേർത്താൽ അതിന്റെ ദ്രവണാംഗത്തിന് എന്ത് സംഭവിക്കും? ദ്രവണാംഗം കുറയുന്നു. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത്. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം സമത്വരണമാണ്. അടുത്ത ചോദ്യം, ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 mJ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? -2 mJ ആണ്. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? 54.2 ഡിഗ്രി ആണ് ഒരു ദ്വിതീയ മഴവിൽ സെക്കൻഡറി റെയിൻബോയിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? ആവൃത്തി അഥവാ ഫ്രീക്വൻസിക്കാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ചന്ദ്രശേഖർ പരിധി, ചന്ദ്രശേഖർ ലിമിറ്റ് ആണ് നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. പാഴ്സെക്ക്, പ്രകാശ വർഷം പറഞ്ഞില്ലേ ദൂരത്തിന്റെ യൂണിറ്റ് ആണെന്ന്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇവയെല്ലാം നീളത്തിന്റെ യൂണിറ്റുകളാണ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ് ആണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഭാരമാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാകുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതലാണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുവിന്റെ കഴിവിനെ എന്തു പറയുന്നു? വശഗത എന്ന പേരിൽ അറിയപ്പെടുന്നു. വശഗത. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം കറുത്ത നിറത്തിലാണ് ബഹിരാകാശ സഞ്ചാരി ആകാശം കാണുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. എന്താണ്? ബാക്കിയെല്ലാം സദിശ അളവുകളാണ്. വേഗം അദിശ അളവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്രവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആഘോഷങ്ങളൊക്കെ നടന്നോട്ടെ, അതിന്റെ കൂടെ നിങ്ങളുടെ പഠിത്തവും കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ നേരുകയാണ്. നേരത്തെ പറഞ്ഞ ഹർഷിത മെജൂട്ട ആപ്പിൽ ക്രിസ്മസ് ഓഫർ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെ ഓഫർ ഉള്ളൂ. അപ്പൊ ഒന്ന് മനസ്സിൽ വെക്കുക, ആപ്പ് കയറി ചെക്ക് ചെയ്തോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്